ബാക്ക് ടു MS സൊല്യൂഷൻസ്. മക്കളെ, നിങ്ങളുടെ സ്വന്തം വർഷാമസ് ആണ്. അപ്പൊ നിങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് കടന്നതിന് ശേഷമുള്ള SSLC എന്ന് പറയുന്നതിലെ ആദ്യത്തെ പരീക്ഷ എഴുതാൻ വേണ്ടി പോവാണ് നമ്മുടെ ഓണ പരീക്ഷ. അപ്പൊ ഇനി നമ്മുടെ ഓണം എക്സാമിന് ഒരു മാസം പോലും തികച്ചില്ല. വർക്കിംഗ് ഡേയ്സ് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പൊ മക്കളെ, എവിടെ വരെയായി നിങ്ങളുടെ പഠിത്തം? പ്രത്യേകിച്ച് മാത്സ് പോലുള്ള ഒരു വിഷയം ഈ വർഷം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടന്റ് പഠിക്കാനായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ 9ാം ക്ലാസ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം ഒന്നുമില്ല, ചാപ്റ്റേഴ്സിന്റെ എണ്ണൊക്കെ കുറവാണ്. പക്ഷെ നമ്മുടെ ഓണ പരീക്ഷയ്ക്കുള്ള നമ്മുടെ സ്കീം ഓഫ് വർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇത്രത്തോളം ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സമാന്തര ശ്രേണികൾ പഠിക്കാനുണ്ട്. വൃത്തങ്ങളും കോണുകളും, സമാന്തര ശ്രേണിയും ബീജഗണിതവും, സാധ്യതകളുടെ ഗണിതം, രണ്ടാംകൃതി സമവാക്യങ്ങൾ, പിന്നെ നിങ്ങൾക്ക് ത്രികോണമിതി, ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഈ ഒരു ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു സ്കീം ഓഫ് വർക്ക്, ആ ഒരു മന്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതും വിട്ടുകളയാൻ പറ്റില്ല. അപ്പൊ സ്കൂളിൽ എവിടം വരെ എത്തി മക്കളെ, പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയോ എന്നുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അറിയിക്കുക. ഇനിയിപ്പോൾ ഇവിടെ ഒന്നും ചാപ്റ്റർ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിന് മുമ്പ് തന്നെ സ്പീഡിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് പോർഷൻസ് ഒക്കെ തീർക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്തിരിക്കണം. നിങ്ങൾക്ക് മാത്സ് മാത്രമല്ല പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്, ഒരുപാട് സബ്ജക്റ്റുകൾ, പ്രത്യേകിച്ച് സോഷ്യലിലൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം കുറേയധികം കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ് പേടിപ്പിക്കുകയല്ല നിങ്ങളെ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കുക തന്നെ വേണം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം വെച്ചാലും ടെൻഷൻ അടിക്കേണ്ട. MS സൊല്യൂഷനിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലൈവ് ക്ലാസ്സിലൂടെയും എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വേഗം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം മക്കളെ. ഫ്രണ്ട്സിലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ ഇപ്പൊ കുറെ പേര് ടെൻഷൻ അടിക്കുന്നുണ്ടാവും, പരീക്ഷ ആവാനായിട്ടുണ്ട്, ഒന്നും എവിടെയും തുടങ്ങിയിട്ടില്ല, എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി എന്താണ് നമ്മുടെ MS സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി തരുന്നത് എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ മക്കളെ, ഒരു അടിപൊളി ഓഫർ നമ്മുടെ ബാച്ചിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ നമ്മുടെ ഏത് ബാച്ചിലേക്ക് ജോയിൻ ചെയ്താലും, നമ്മുടെ MS സൊല്യൂഷന്റെ നിങ്ങളുടെ 10th ബാച്ചാണ് RMS ബാച്ച്. അപ്പൊ നിങ്ങൾ ബേസ് ബാച്ചോ പ്രീമിയം ബാച്ചോ നമ്മുടെ പ്രീമിയം പ്രോ ബാച്ചിലൊക്കെ ഏതിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്കൊരു 5% ഡിസ്കൗണ്ട് കിട്ടാനുള്ള ഒരു കൂപ്പൺ കോഡ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വർഷ K10 എന്ന് പറഞ്ഞ ഈ ഒരു കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 5% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ച് ഒന്ന് പർച്ചേസ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മോർ ദാൻ അതിനേക്കാൾ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് കൂപ്പൺ കോഡ് അടിച്ചു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ട, ഈ ഒരു 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് സപ്പോർട്ടാണ് ഈ ഒരു ബാച്ചിലൂടെ കിട്ടാൻ പോകുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഒന്നാമത് കഴിഞ്ഞ ടെക്സ്റ്റ് മാറിയതുകൊണ്ടും പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ മക്കളെ, കഴിഞ്ഞ ഒരു വർഷത്തെ ചോദ്യ പേപ്പർ നിങ്ങൾ നോക്കി നോക്ക്, നല്ലോണം വെള്ളം കുടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ സീനിയേഴ്സിന്റെ റിസൾട്ട് തന്നെ നിങ്ങൾക്ക് അറിയാം, അത്രത്തോളം A+കളുടെ എണ്ണം കുറവായിരുന്നു, വാല്യുവേഷൻ ടൈറ്റ് ആയിരുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ റിസൾട്ടും കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിക്കോളാം. അപ്പൊ നമ്മുടെ ഈ ബാച്ചിലുള്ള എല്ലാ ഫീച്ചേഴ്സും നല്ല രീതിക്ക് മക്കൾ എന്ത് ചെയ്തോളാം, യൂസ് ചെയ്തോളാം. പ്രത്യേകിച്ച് നമ്മുടെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ക്വസ്റ്റ്യൻസ്, അത്രത്തോളം നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുക, എല്ലാം നമ്മുടെ ബാച്ചിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ പെട്ടെന്ന് തന്നെ മക്കൾ എന്ത് ചെയ്യുക, ഈ ഒരു കൂപ്പൺ കോഡ് കൊടുക്കുക, ഡിസ്കൗണ്ട് അടിക്കുക, വേഗം തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. അപ്പോൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിക്കോളാം. നമ്മുടെ ഈ ഒരു ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം. നിങ്ങൾക്ക് വേണ്ട യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ചാനലിലൂടെ കിട്ടുന്നതായിരിക്കും.